الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين ونفاء ويقيموا الصلاة ويؤتوا الزكاة وذلك الدين القيم إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا خالدين فيها أولئك هم شر البرية. أعوذ بالله من الشيطان الرجيم. بسم الله ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمرت إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم الشر البرية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية തജ്വീദ് നോക്കിയോളി. അലിഫ്, വാവ്, യാ, അതിന് ശേഷം ഹംസ വന്ന എത്ര രംഗം നോക്കിയാണ് എവിടെയൊക്കെ ഉള്ളത്? അലിഫ്, വാവ്, യാ, അതിനുശേഷം ഹംസ വന്ന് ആ രണ്ട് ആയത്തിൽ ആദ്യം തന്നെ വമ അവിടെ ഉണ്ട് അല്ലേ. പിന്നെ വന്നത് റൂ കഴിഞ്ഞിട്ട് ഹംസ വന്നിട്ടുണ്ട്, ഈ വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഹുനഫാ, അവിടെയും അലിഫിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. പിന്നെ എവിടെ ഖാലിദീന ഫീഹ, അവിടെ ഹംസ വന്നിട്ടുണ്ട്. ഫീഹ കഴിഞ്ഞിട്ട് ഊ വന്നിട്ടുണ്ട്. പിന്നെ ഉലാ, അവിടെയും ഈ ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഹംസ വന്നിട്ടുണ്ട് അവിടെ? 1, 2, പിന്നെ 3, 4, 5. 5 എണ്ണല്ലേ ഉള്ളൂ? 6 ഉണ്ടോ? വേറെ എവിടെ ഉണ്ടോ? ഏതായാലും ഇതാണ് നിയമം. ഇത് നിങ്ങൾ മനസ്സിൽ സേവ് ചെയ്തേക്കുക. അലിഫ്, വാവ്, യാ, ഈ 3 അക്ഷരങ്ങൾക്ക് ശേഷം ആന്നോ ഈന്നോ ഊന്നോ. ഹംസ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആന്ന് വരും, ചിലപ്പോൾ ഊ വരും, ഉലായിക്ക പോലെ, ചിലപ്പോൾ ഈ വരും, 2, 3 രൂപത്തിലും വരും. ആ, ഈ, ഉ ഇങ്ങനെ ഉള്ള ഹംസ വന്ന് കഴിഞ്ഞാൽ എത്ര വരെ നീട്ടണം? 4 മുതൽ 6 കതിര് വരെ നീട്ടണം. ഇനി നിങ്ങളതൊന്ന് നോക്കിയാൽ വമാ, അപ്പം എത്ര നീട്ടണം അവിടെ? വമാ ഉമിറു, രണ്ടിടത്തും നീട്ടണം. വമാ, അതടക്കം 6 ഉണ്ടാവും അല്ലേ. വമാ ഉമിറു, രണ്ടിടത്തും 6 നീട്ടണം. 4 മുതൽ മിനിമം 4 വേണം, 6 വരെ നീട്ടണം. പിന്നെ ഇവിടെ ഹുനഫാ, അവിടെ നീട്ടണം. പിന്നെ ഇവിടെ വന്നേ ഖാലിദീന ഫീഹ, അവിടെ നീട്ടണം. പിന്നെ ഉലൈക, അവിടെ നീട്ടണം. ഇതിൽ ഒറ്റ പദത്തിലാണ് ഈ ഹംസ വന്നതെങ്കിൽ അതിനെ നിർബന്ധമായിട്ട് നീട്ടണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉലായിക്ക, ഈ ഹംസ വന്നത് ഇതൊരൊറ്റ പദമല്ലേ, ഒരു കലിമത്തല്ലേ, ഇതിന് പിന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഒറ്റ പദ. മലായിക്കത്ത് പറയും പോലെ, മലായിക്കത്ത് പറയും പോലെ അതിനെ മല വേറെ ഇക്കത്ത് വേറെ ആക്കാൻ പറ്റില്ല, ഒറ്റ പദമാണ്. അങ്ങനെ ഈ അലിഫും ഈ ഹംസയും ഒറ്റ പദത്തിൽ വന്നാൽ അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. എന്താ പറയുക? മുത്തസിൽ. അപ്പോൾ അതിൻ്റെ ഹുക്മ എന്താണെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും, ഹുക്മ് വുജൂബ് എന്നാ പറയാം, നിർബന്ധമായിട്ടും 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പം
അവിടെ മദ് മുത്തസിൽ വന്ന സ്ഥലം നോക്കി നിങ്ങൾ. വമാ ഉമിറു അത് മദ് മുത്തസിലല്ല. കാരണം എന്താ? രണ്ട് പദം, മ വേറെയാണ്, ഉമിറു വേറെ പദമാണ്. അതിന് പറയാം മദ് മുൻഫസിൽ എന്നാണ്. മദ് മുത്തസിൽ വന്ന സ്ഥലം ഹുനഫാ, അത് നിർബന്ധമായിട്ട് നീട്ടണം. ഹുനഫാ അങ്ങനെ നീട്ടണം. പിന്നെ ഉലായിക്ക മറ്റൊരു പദം, ഉലായിക്ക വേറെ വമാ അവിടെ വന്നിട്ടുണ്ട്, ഉമിറു വന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പേര് മദ് മുൻഫസിൽ എന്നാണ്. അത് 4 മുതൽ 6 വരെ നീട്ടണം. പക്ഷേ എന്തില്ല, ഹുക്മ എന്താന്ന് ചോദിച്ചാൽ വുജൂബില്ല എന്നാണ് അതിന് പറയാം. അത് ജായിദാണെന്നാ. ജായിദാണെങ്കിലും നീട്ടണം. അപ്പോൾ എല്ലായിടത്തും എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങളെ തലയിലില്ല, അലിഫ് ബാബു യാ ഹംസ കണ്ടു കഴിഞ്ഞാൽ 4 മുതൽ 6 വരെയാണ് നീട്ടിക്കൊള്ളുക. അതാണ് പൊതു നിയമം. ഓക്കെ. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ അലിഫ് കണ്ടില്ല നിങ്ങൾ, വസിലിൻ്റെ ഹംസ ഉണ്ട്, മറ്റേ ഹംസയുണ്ട്. അത് എല്ലായിടത്തും വരുന്നത്. ഈ ഹംസ ഉണ്ടാവും, ഈ ഹംസയും ഉണ്ടാവും. ഇത് വരുന്നിടത്ത് ഈ ചെറിയ കുട്ടിസാദ് ഇട്ട ഹംസ വരുന്നിടത്ത് എന്തുണ്ടാവില്ല, കൂട്ടി ഒതുമ്പോൾ എന്തുണ്ടാവില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. അതിന് പറയുന്ന പേര് ഹംസത്തുൽ വസിൽ. എന്നാൽ ഈ ഹംസ വരികയാണെങ്കിലോ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കൂട്ടി ഓതുമ്പോഴും തുടക്കത്തിലൊക്കെ ആയാൽ. ആ എത്രണ്ണം വന്ന് നോക്കിയാൽ നിങ്ങൾ, വമാ ഉ കണ്ടില്ലേ, ഉ അവിടെ മാ മിറു എന്നൊന്നും പറയാൻ പാടില്ല എന്നർത്ഥം. വമാ ഉ മിറു ഉ ഉച്ചരിക്കണം. പിന്നെ ഇല്ല ഇ ഉച്ചരിക്കണം, കത്തിൻ്റെ ഹംസയാണ്. പിന്നെ ലഹുദ്ദീന അവിടെ ഉച്ചാരണമല്ല, കൂട്ടി ഓതുമ്പോൾ, കാരണം വസിലിൻ്റെ ഹംസയാണ്. ഉണ്ടാവും ഈ അടയാളം ഉണ്ടാവും, ഈ അടയാളം ഉണ്ടാവും. അത് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണമല്ല എന്ന് കാണിക്കാനാണ്. ലഹുദ്ദീന. പിന്നെ വയുഖീമുസ്സലാത്ത അവിടെ യുഖീമു കഴിഞ്ഞിട്ട് അസ്സലാത്തിൽ ഇതുണ്ടാവും, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വയു ഉത്തു സക്കാത്ത അവിടെയും അസക്കാത്ത എന്നുള്ളടത്ത് ആലിഫ് കാണാം, വസിലിൻ്റെ ഹംസയാണ്, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. വദാലിക ദീനുൽ ഖയ്യിമ. ഹാത്താവുമ്മൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, ഹാത്താവുമ്മൽ നിർത്തുമ്പോൾ ഈ താവില്ലേ, ഇതിനാണ് ഹാത്താവ് പറയാം. ഹാത്താവ് ഇതിനെന്താ പറയാ, ഹാവ് ഹാവ് അല്ലേ, അയിമ പുള്ളിട്ട ഹാത്താവ്. ഇതിനെന്താ പറയാ, പിന്നെ ഇതിന് ബാത്താവ് എന്നാ പറയാ. ഇങ്ങനെ ചട്ടി പോലെ ഇടുന്നതിന് ബാത്താവ്. ഇതെന്താ സംഗതി, ബാ എന്നുള്ള അക്ഷരം ഇതാണ് അല്ലേ, അതിൻ്റെ ആ പുള്ളി ഒഴിവാക്കിയിട്ട് ഇവിടെ 2 എണ്ണം കൊടുക്കണം ത. ഇതിന് ഹാ എന്നുള്ള അക്ഷരം എഴുതിയിട്ട് 2 പുള്ളി കൊടുക്കണം ത. അതാണ് ഹാത്താവ് ബാത്താവ് എന്നാണ് പറയാറുള്ളത് സാധാരണ. പിന്നെ ഇന്നല്ലദീന അവിടെയോ ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കാരണം കത്തിൻ്റെ ഹംസയാണ്. അല്ലദീനയിൽ എന്തുണ്ടാവില്ല, അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ ഹംസയാണ്. മിൻ അഹ്ലിൽ കിതാബി, മിൻ കണ്ടോ അവിടെ അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. പിന്നെ അൽ കിതാബി എന്നുള്ളിടത്ത് അലിഫിന് ഉച്ചാരണമല്ല, വസിലിൻ്റെ ഹംസയാണ്. വൽ മുശ്രിക്കീന അവിടെയും കൂട്ടി എഴുതുമ്പോൾ ഉച്ചാരണമല്ല, വസിലിൻ്റെ ഹംസയാണ്. പിന്നെ ഉലായിക്ക ഉ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, ഈ ഉലായിക്ക എന്നുള്ള ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഷെറുൽ ബരിയ അവിടെ അലിഫിന് ഉച്ചാരണമല്ല, കൂട്ടി ഓതുമ്പോൾ വസിലിൻ്റെ ഹംസയാണ്. അപ്പോൾ ഉച്ചരിക്കണോ ഉച്ചരിക്കണ്ടേ എന്ന് മനസ്സിലാക്കാനുള്ള സൂത്രം ഈ അടയാളം നോക്കുക. ഈ അടയാളം ഉണ്ടെങ്കിൽ ചെറിയ കുട്ടി സ്വാദാണ് അത് എഴുതിയത് അല്ലേ, നമ്മൾ സ്വാദ് എന്നുള്ള അക്ഷരമല്ലേ, അതിൻ്റെ വാലങ്ങോട്ട് മുറിച്ചാൽ അതാണ് അവിടെ എഴുതിയത്. ഇത് ഹംസ തന്നെ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, നിർത്തി ഓതാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവും. ഇതുണ്ടായാലോ ഏത് അവസരത്തിലും ഉച്ചാരണം ഉണ്ടാവും. അത് മതി ഇന്നത്തെ തജ്വീദ്. അപ്പോൾ നമ്മൾ തജ്വീദ് എന്ത് പഠിച്ചു, മദ് അലിഫ് ബാബു യാ, അതിൻ്റെ ശേഷം ഹംസ കണ്ടാൽ എത്ര നീട്ടണം, 4 മുതൽ 6 വരെ നീട്ടണം. അത് 2 രൂപത്തിൽ വരും, മുത്തസിൽ മുൻഫസിൽ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ വന്നതാണെങ്കിൽ അലിഫും ഹംസയും, പിന്നെ ഒരേ പദത്തിൽ വന്നതാണെങ്കിൽ അല്ലെങ്കിൽ മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നാണെങ്കിൽ അതിനാണ് മുത്തസിൽ. അതിൻ്റെ ഹുക്മ് വുജൂബാണ്. ഒരേ പദത്തിലല്ലെങ്കിൽ അതിൻ്റെ പേര് മുൻഫസിൽ എന്നാണ്, അതിൻ്റെ ഹുക്മ് ജവാദാണ്. ഈ 2 രൂപത്തിലുള്ള അലിഫ് കണ്ടാൽ ഇത് എന്ത് ചെയ്യണം, ഉച്ചരിക്കാൻ പാടുള്ളതല്ല, ഉച്ചാരണം ഉണ്ടാവില്ല. രണ്ടാമത്തെ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. അത് മതി. അവിടെ വസിൻ്റെ ഹംസ വരുന്ന ഒരു ചോദ്യമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഉച്ചരിക്കണം അവിടെ ഇഹ്ദിന? അത് മറിച്ച് നോക്കി, ആദ്യം മറിക്കുക എല്ലാവരും. ഇഹ്ദിനയിൽ എന്താണുള്ളത് നോക്കിയാണ്.
വസിലിൻ്റെ അംശം ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? പിന്നെ സ്വാദുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ലാത്ത രംഗം ഏതാ? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണമല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിന് എന്താ ഓതണ്ടേ? സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഈ ഉച്ചരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദു ഇട്ട് നോക്കി നിങ്ങൾ, അവിടെയും വസിലിൻ്റെ അംശേ. പക്ഷെ നമ്മൾ ആ ഉച്ചരിക്കുന്നുണ്ട് അവിടെ. കാരണം നമ്മൾ തുടക്കമാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. തുടക്കമാവുമ്പോൾ ഉച്ചാരണം ഉണ്ടാവും. തുടക്കമല്ല കൂട്ടി ഓതാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരാൾ ഈ തുടങ്ങാണ്, ഈ ഹിദീന ഈ ഉച്ചരിക്കണം എന്നാ, ഈ ഉച്ചരിക്കണം അവിടെ, ഈ ഹിദീന. ഇനി ഒരാൾ കൂട്ടി ഓതാണ്, അപ്പം എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അന്ന് കൂട്ടി ഓതിക്കാനും എവിടെയാണ് വരുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഹിദിന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഹിദിന. അവിടെ ഈ ഉച്ചരിക്കൂല, നുഹിദിന എന്നാ പറയാ. ഇസ്തഈനു ഹിദിന അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. അങ്ങനെ ഒരു ഓത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. എനിക്ക് ശ്വാസം കിട്ടൂല. ഒറ്റയടിക്കട ഓതണമല്ലോ. അവിടെ ഈ നീട്ടലും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ആ നിയമം ആ കൂട്ടി ഓതുമ്പം അതൊക്കെ പോവും. അവിടെ കെസറി കാണലില്ല. ആയിക്കോട്ടെ. അതാണോ നിങ്ങൾ ചോദിച്ചത്? ആന്നാണോ ഈന്നാണോ? ഇനിയിപ്പം ആന്നാണോ ഈന്നാണോ ഊന്നാണോ ഓതണ്ടേ? അതല്ല ഇപ്പം നിങ്ങളുടെ ഡൗട്ട്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോണ്ടേ, ഇന്നില്ലെങ്കിൽ നാളെ പറയും. അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ ഇട്ടാൽ ഇപ്പോൾ ഇതിപ്പോൾ വസിലിൻ്റെ അംശമാണല്ലോ. അപ്പോൾ ആന്നാണോ ഈന്നാണോ ഊന്നാണോ? ഇനി പൂ ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ വസിൻ്റെ അംശമാവുമ്പം അത് പിന്നെ അതിൽ ആ ഈ ഒന്നും വരില്ല, ഖുറാനിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഗ്രാമർ പഠിക്കണം അതിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നസ്വറ, അതിൻ്റെ മുലാരി എന്താ? യൻസുറു അല്ലേ? ഇത് നോക്കി നിങ്ങൾ. ഒന്നാമത്തെ അക്ഷരം നസറ, രണ്ടാമത്തെ അക്ഷരം സ്വ, മൂന്നാമത്തെ അക്ഷരം റ അല്ലേ? അപ്പോൾ അതിനെ മുലാരിയാക്കുക. മുലാരിയാക്കുമ്പോൾ ആ ലാസ്റ്റത്തെ അക്ഷരത്തിന് മുമ്പ് എന്താ അക്ഷരം നോക്കുക. ലാസ്റ്റത്തെ അക്ഷരത്തിന് മുമ്പ് എന്താ അക്ഷരം? മുലാരിയാക്കിയപ്പം ഇത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, ഇത് പ്രസൻറ്റ് ടെൻസ്. പ്രസൻ്റ് ആക്കുമ്പോൾ ആ ലാസ്റ്റത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഇവിടെ എന്താ? ലൊമ്മ അല്ലേ? നസറ യൻസുറു. അതിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ എന്താ? ലൊമ്മുള്ള അംസനെ കൊണ്ടുവരുന്ന. അപ്പം വായിക്കേണ്ടത് ഉൻസുർ. ഇവിടെ ലൊമ്മുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക ഖുറാനിൽ? അപ്പോൾ ആന്നാണോ ഈന്നാണോ? ഈ അക്ഷരത്തിന് അത് കുറച്ച് ഗ്രാമർ അറിയണവർക്ക് അത് അറിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഉൻസുർന്ന. അപ്പോൾ ഇഹ്ദിന എങ്ങനെ വന്നു? അതിൻ്റെ അസിലെടുക്കുക. ഇഹ്ദിന എന്നുള്ളതിൻ്റെ അസിലെടുക്കുക. ഹദ എന്നാണ് അതിൻ്റെ പദപ്രയോഗം, പ്രസൻറ്റ്. അതിൻ്റെ മുലാരിയാണ് യഹ്ദി എന്നുള്ളത്. യഹ്ദി ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾ അതിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ ഈ കൽപ്പനക്രിയ ഉണ്ടാക്കലെങ്ങനെ? ഇതങ്ങോട്ട് കട്ട് ചെയ്യും. അവിടെ ഒരു അംസനെ കൊണ്ടുവരും. അംസക്ക് ഫതഹാണോ കെസിറാണോ ലൊമ്മാണോ കണക്കാക്കണേ? ലാസ്റ്റത്തെ അക്ഷരത്തിന് മുമ്പുള്ള ഹറക്കത്ത് നോക്കും. എന്താ ലാസ്റ്റ്? ഹി ദീനല്ലേ? അപ്പം ഇവിടെ ഈ ഇങ്ങനെ ഇട്ടാലും ഇവിടെ വായിക്കേണ്ടേ യഹ്ദി. എന്നിട്ട് അതിന് മറ്റൊരു നിയമം കൂടി ഉണ്ട്. എന്തുകൊണ്ട് യാവ് പോയി എന്നുള്ളതിന് അത് കുറച്ചുകൂടി ഉണ്ട്. ഇപ്പാണ് അത് പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അങ്ങനെയാണ് യഹ്ദി ആണത്. മനസ്സിലായില്ലേ? യഹ്ദി. ഇനി ചിലപ്പം ഇവിടെ ഫതഹായാലും ഇവിടെ കൊണ്ടുവരിക കെസർ തന്നെ. ഫതഹായാലും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫതഹ എന്നുള്ളതിൻ്റെ ഫതഹ അതിൻ്റെ മുലാരി എന്താ? യഫ് തഹു തഹു തഹു. അപ്പം ഇതിനങ്ങോട്ട് ക്യാൻസലാക്കും. യാവിനെ അവിടെ ഒരു അംസനെ കൊണ്ടുവരും. അതിന് ആന്നാണോ ഈ ആണോ വായിക്കേണ്ടത്? അവിടെ അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫതഹ ആണെങ്കിലും വായിക്കുക കെസറിന. അപ്പോൾ ഫതഹ ആണെങ്കിലും കെസറാണെങ്കിലും കെസറുള്ള അംസ ഇഫ്തഹ് ഇഹ്ദി. ലൊമ്മാണെങ്കിൽ മാത്രം ഉൻസുർ. മനസ്സിലായി നിങ്ങൾക്ക് ടെക്നിക്ക്? ഞങ്ങളത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അത്ര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, പക്ഷേ സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ആ ഇഹ്ദിനെ വായിക്കുന്നത്.
അപ്പോൾ ആ എന്തുകൊണ്ട് വായിച്ചൂടാ, എന്തുകൊണ്ട് വായിച്ചൂടാ, അവിടെ ഹർക്കത്തൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് അത് കേട്ടോ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയപ്പോൾ? ഓക്കെ. ഇനി എന്താ, വേറെന്തെങ്കിലും സംശയം? വേറെന്താ? അല്ല, ഇത് ഗ്രാമറാണ്. തജ്വീദ് അബുൽ അസ്വദ് ദുലി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അത് കണ്ടുപിടിച്ചത്. അയാളാണ് ഉണ്ടാക്കിയത്. എന്നാ അർത്ഥം പറഞ്ഞോളി. അതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അർത്ഥം പറഞ്ഞോളി. ഇന്നല്ലദീന വമാ ഉമിറു ആണ് അല്ലേ? വമാ ഉമിറു, വമാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇല്ല. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീന, നിഷ്കളങ്കമായിക്കൊണ്ട്. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. ലഹു, അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്. എന്തിന്? അദ്ദീന, മതത്തെ അല്ലെങ്കിൽ ആരാധനയെ അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, ഹുനഫാ എന്ന് പറഞ്ഞാൽ ഋജുമനസ്കരായ. എന്താ ഈ ഋജുമനസ്കർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ആ രൂപത്തിൽ ആദ്യം ആ പദം ഒന്ന് പഠിച്ചേക്കാം. ഹുനഫാ എന്ന് പറഞ്ഞാൽ ഋജുമനസ്കരായ നിലയിൽ. വയുഖീമുസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വയുത്തു സക്കാത്ത, സക്കാത്ത് നൽകാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടില്ല. വദാലിക, അതത്രേ ദീനുൽ ഖയ്യിമ, വക്രതയില്ലാത്ത ചൊവ്വായ മതം. ദീന് എന്ന് പറയുന്നത് അവിടെ കേട്ടെ. ഒന്നുകൂടി. വമാ ഉമിറു, വമാ ഇല്ല അല്ലേ? വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മുഖ്ലിസീന ലഹുദ്ദീന, ആരാധന അല്ലെങ്കിൽ ദീന് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്, നിഷ്കളങ്കമാക്കിക്കൊണ്ട്. പിന്നെ ഹുനഫാ, ഋജുമനസ്കരായ നിലയിൽ. പിന്നെ വയുഖീമുസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വയുത്തു സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കാനുമല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക, അതത്രേ ദീനുൽ ഖയ്യിമ, വക്രതയില്ലാത്ത ചൊവ്വായ മതം. ആദ്യത്തെ അക്ഷരം എന്താ? വ അല്ലേ? കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് വാ എന്തിനാ കൊണ്ടുവന്നത്? മാ ഉമീറു പറഞ്ഞാൽ പോരെ. അപ്പം ആ വാക്കൊരർത്ഥം ഉണ്ട് അവിടെ. എന്താ വാ? വാ നമ്മൾക്ക് അറിയണ വാ ആൻഡ് എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ? പിന്നെ വേറെന്താ ഉള്ളത് നമുക്കറിയണേ? നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാം. ഇയാൾ സാൽമിയയിലേക്ക് പോയി എന്നെങ്ങനെ പറയാ? സഹബ, ഒരാൾ നജ്മലായിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ, ഡാഷ് ഫുലാൻ ഇല സാൽമിയ. എങ്ങനെ ഇവിടുന്ന് നടന്നായി കൊണ്ടാണോ പോയത്? അതല്ല, വാഹനം ഓടിച്ചു കൊണ്ടാണോ, വാഹനത്തിലാണോ പോയത്? എങ്ങനെ പറയാ? കേട്ടോ, വഹുവ റാക്കിബുൻ, വാഹനം കയറിയവനായ നിലയിൽ അയാൾ സാൽമിയയിലേക്ക് പോയി. സഹബ നജ്മലു ഇല സാൽമിയ വഹുവ റാക്കിബുൻ. ഇനി വാഹനം എല്ലാം വിട്ട. സഹബ നജ്മലു ഇല സാൽമിയ വഹുവ മാഷിൻ, കാൽ അല്ലെങ്കിൽ റാജിലുൻ, കാൽ നടക്കാരനായി പോയി, നടന്നു കൊണ്ടുപോയി. അപ്പം ഈ വാവ് കണ്ടങ്ങൾ, ഈ നജ്മൽ സാൽമിയയിലേക്ക് പോയ അവസ്ഥ ഏതൊരു രൂപത്തിലാണ് അയാൾ പോയത്,
ആ രൂപം, ആ അവസ്ഥയെ വിവരിക്കാനാണ് എന്ത് കൊണ്ടുവന്നത്? വാവ് കൊണ്ടുവന്നത്. മനസ്സിലായോ? നമ്മൾ സാൽമിയയിലേക്ക് പോയി, സിറ്റിയിലേക്ക് പോയി, എങ്ങനെ ആ പോയ അവസ്ഥ എങ്ങനെയാണ്? വിമാനത്തിലാണോ അതല്ല കാറിലാണോ? അപ്പോൾ ആ അവസ്ഥ വിവരിക്കാനാണ് വാവ് അവിടെ കൊണ്ടുവന്നത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും ആ വാവ് കൊണ്ടുവന്നത് എന്തിനാണ്? വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ, വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല, ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷമല്ലാതെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വാ അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷമല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി അവർക്കുണ്ട്. അവരോടൊക്കെ മുൻ സമുദായത്തിൽപ്പെട്ട, പിന്നെ അഹ്ലി കിതാബിൽപ്പെട്ട, പിന്നെ ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, മുശ്രിക് ആരാവട്ടെ, അവർക്കൊക്കെ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട സ്ഥിതിയിലാണ്, ആ അവസ്ഥയിലാണ് എന്ന് കാണിക്കാനാണ് എന്ത് കൊണ്ടുവന്നത്? വാവ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? അവർ ഭിന്നിച്ചത് തെളിവൊന്നുമില്ലാഞ്ഞിട്ടല്ല, തെളിവൊക്കെ കിട്ടീന്. അതുമല്ല, ആ വേദഗ്രന്ഥത്തിലൂടെ അവരോട് കൽപ്പിക്കപ്പെട്ടത് ഈ ഒരു അവസ്ഥയിലാണ് എന്ന് പറയാനാണ് എന്ത് പറയാ? ആ വാവ് അവിടെ കൊണ്ട്. അപ്പം അതിന് അറബി പറയാം ഹാലിയായ വാവ്. ആ അവർക്ക് തെളിവ് വന്നെത്തിയിട്ടും പിന്നെ മാത്രമല്ല വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ അല്ലാഹു തആല കൽപ്പിക്കപ്പെട്ടിട്ടും ആ കൽപ്പിക്കപ്പെട്ട സ്ഥിതിയിലാണ് അവർ ഭിന്നിച്ചത്. വിവരം കിട്ടാനിട്ടാണോ? അല്ല. അപ്പം ആ സ്ഥിതി കാണിക്കാനാണ് എന്ത് കൊണ്ടുവന്നത്? വാവ് കൊണ്ടുവന്നത്. ഇനി ഉമിറു എന്ന് പറഞ്ഞാൽ എന്താ? അമറ എന്നെന്താ വാക്കിൻ്റെ അർത്ഥം? അമറ കൽപ്പിച്ചു അല്ലേ? അമറ കൽപ്പിച്ചു. പിന്നെ എങ്ങനെ ഉമിറു ആയത്? ഉമിറ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടു അല്ലേ? അമറ കൽപ്പിച്ചു, ഒരാൾ കൽപ്പിച്ചു. ഉമിറ കൽപ്പിക്കപ്പെട്ടു. അതിൻ്റെ ബഹുവചനാണിത് ഉമിറു. അവർ കൽപ്പിക്കപ്പെട്ടു. ആരാണ് ഈ അവർ? അഹ്ലു കിതാബ് പെട്ട അഥവാ ജൂത ക്രിസ്തീയ വിഭാഗത്തിലും മുശ്രിക്കുകളിലും പെട്ട ആ കുഫാറുകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥത്തിലൂടെ. ഇവിടെ ആരാ കൽപ്പിച്ചത്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് പറയണില്ല അല്ലേ? അപ്പോൾ അള്ളാഹു അവരോട് കൽപ്പിച്ചു എന്നാണ് ശരിക്കതിൻ്റെ അർത്ഥം. ശരിക്കതിൻ്റെ അർത്ഥം അള്ളാഹു അമറല്ലാഹു ബിഹിം അല്ലെങ്കിൽ അമറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു തആല കൽപ്പന നൽകി എന്നാണ് ശരിക്കർത്ഥം. വമാ ഉമിറു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലാഹു തആല അവരോട് കൽപ്പിച്ചിട്ടല്ലാതെ എന്നാണ് ഉദ്ദേശാർത്ഥം. എന്താ കൽപ്പിച്ചത്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അവർ യഅ്ബുദു എന്ന് പറഞ്ഞാൽ ആരാ? അവർ ആരാധിക്കണം. ആര്? ഈ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ ആരാധിക്കണം. ആരെ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പം മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ ജൂത ക്രിസ്തീയ വിഭാഗം അവലംബിക്കുന്ന വേദഗ്രന്ഥമായ തൗറാത്തും ഇഞ്ചീലിലുമൊക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നർത്ഥം. എങ്ങനെ ആരാധിക്കണം? മുഖ്ലിസീന. എന്താ ഈ മുഖ്ലിസീന എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തോ അതിൻ്റെ സൂത്രം പറഞ്ഞു. ഇവിടെ തന്നെ അല്ലേ? മുഖ്ലിസ് കാരണം എന്താ? ആ പദം എന്താണ് ഇവിടുന്ന? ഖലസ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? എപ്പോഴാണ് നമ്മൾ അറബി ഭാഷയിൽ സംസാര ഭാഷയിൽ ഖലാസ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഖലാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, കഴിഞ്ഞു അല്ലേ? അന ഖല്ലസ്, ഞാൻ പോവാണ്. ഖല്ലസ്നി എന്ന് പറഞ്ഞാലോ എന്നൊന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട, എന്നൊന്ന് ഒഴിവാക്കിക്കൊണ്ട. അപ്പോൾ രണ്ടിനും പറയും. എന്നൊന്ന് ഒഴിവാക്കിക്കൊണ്ട, ഞാൻ ഒഴിവായി രക്ഷപ്പെട്ടു എന്നുള്ളതിന് ഖലസ പറയും. ഇവിടെ അതേ അക്ഷരമുള്ള ആ ക്രിയ തന്നെയാണ് അല്ലാഹു തആല ഇവിടെ കൊണ്ടുവന്നത്. അഖ്ലസ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം, ഒരു കാര്യം ആ ആൾക്ക് മാത്രമാക്കുക, ഒരു കാര്യം ആ ആൾക്ക് മാത്രമാക്കുക. ഇവിടെ മുഖ്ലിസീന അഖ്ലസൻ്റെ പിന്നെ അത് ചെയ്യുന്ന ആള് ഇസ്മു ഫായിൽ എന്ന് പറയാം അറബിയിൽ. അഖ്ലസ അതിൻ്റെ അത് ചെയ്യുന്ന ആളാണിത് മുഖ്ലിസ്. പിന്നെ മാത്രമാക്കുക. എന്തിനെ മാത്രമാക്കുക?
ലഹുദ്ദീന. ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇബാദത്താണ്, ത്വാഅത്താണ് അല്ലേ? ആരാധന അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. അപ്പം മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. ഒന്ന് അതാണ്, അതിലൊന്നും ചേർക്കാതെ എന്നും അർത്ഥമുണ്ട്. എങ്ങനെയാ ഇപ്പം നമ്മളൊരു സംഗതി ഒരാൾക്ക് മാത്രമാക്കുക, ഒരാൾക്ക് പിന്നെ സ്ഫുടാക്കൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയെ പറയും തസ്വിയത്തിൻ്റെ അർത്ഥം അതിലുണ്ട്. എന്താണ് തസ്വിയത്തിൻ്റെ അർത്ഥം? തസ്വിയത്ത് പറഞ്ഞാൽ എന്താ? ഒരു ചായ ഇങ്ങോട്ട് ഇടിക്കുക. എങ്ങനെ? അതിൽ പിന്നെ ശുക്കർ വേണ്ട, വേറെ ഒന്നും വേണ്ട, വെറും കട്ടൻ ചായ. അത് ആ കട്ടൻ ചായ അത് മാത്രമാക്കിക്കൊണ്ട്, ആ ചായയും പൊടിയും വെള്ളവും അത് മാത്രമാക്കിക്കൊണ്ട് വേറെ ഒന്നും നിങ്ങളതിൽ ചേർക്കണ്ട. അതിനാണ് തസ്വിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ ആരാധന എന്ന വിഷയം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് മറ്റൊരാളതിൽ പങ്കു ചേർക്കണ്ട. കണ്ടോ? വേറൊന്നും അതിൽ ചേർക്കണ്ട. ഇനി ഏതെങ്കിലും അമ്പിയാക്കളങ്ങൾ അള്ളാഹിൻ്റെ മുഖറബായ മലക്കുകളങ്ങൾ അതിൽ കൊണ്ടുവരണ്ട. ഇവിടെ എന്താ ഇപ്പം ജൂതന്മാർ ചെയ്തത്? നമ്മളെ വിഷയം അഹ്ലു കിതാബ് പെട്ട ആളുകളാണ്, വിശ്വാസികളാണ്. അവരെന്താ ചെയ്തത്? അഹ്ലു കിതാബ് പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞ ജൂതന്മാരെന്താ ചെയ്തത്? ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന് പറഞ്ഞ പ്രവാചകൻ പിന്നെ അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ് അവരുടെ വാദം. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? നസാറാക്കൾ എന്ത് ചെയ്തു? ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന് അവരും പറഞ്ഞു. അപ്പം പിന്നെ സൃഷ്ടാവാണ്, അള്ളാഹു തന്നെയാണ്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്ന വിഭാഗം ഈ മുഖ്ലിസ് ഇഖ്ലാസ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതായി പോയി. എന്ത് ചെയ്തു? അള്ളാഹിനോടൊപ്പം പ്രവാചകനെയും അവർ ചേർത്തു അല്ലേ? അതാണ്. അപ്പം മാത്രാക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രാക്കിക്കൊണ്ട് ശിർക്ക് ചെയ്യാതെ ആവണം. രണ്ട് വശവും കൂടുമ്പോഴേ എന്താവുള്ളൂ? അഖ്ലസ മുഖ്ലിസ് എന്നുള്ള പദം പൂർത്തിയാകുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കത്? മുഖ്ലിസ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നിഷ്കളങ്കത, നിഷ്കളങ്കമാക്കിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ കുട്ടൻസ് കിട്ടൂല. ശരിക്കെന്താണ്? അതിലൊരു മാത്രമാക്കലുണ്ട്, വേണ്ടാത്തത് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കലുണ്ട്. അങ്ങനെ ആകുമ്പോഴേ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഉദാഹരണം, ഷിർക്ക് ഒഴിവാക്കും വേണം, ആരാധന അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ. ആ അള്ളാഹ്ക്ക് കൊടുക്കുന്നതോടൊപ്പം വേറെ ആൾക്ക് കൊടുക്കാനും പാടില്ല. മനസ്സിലാണ്ടോ? അതാണ് തസ്വിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യേണ്ടത്. നിസ്കരിക്കണമൊക്കെ അള്ളാഹുവിനോട് തന്നെയാണ് അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത്. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കരിക്കുന്ന അതേ ആൾ പോയിട്ട് എന്ത് ചെയ്യും? വല്ല മക്കാമിലും പോയിട്ട് ആ ഷെയ്ഖിനോടും പ്രാർത്ഥിക്കും. നിസ്കരിക്കുമ്പം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടാവും അല്ലേ? ആ പറയുന്ന മനുഷ്യൻ അങ്ങേപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള പിന്നെ ഏതെങ്കിലും മക്കബറയിൽ കിടക്കുന്ന പിന്നെ ആളറിയാത്ത, അയാൾ പോലും അറിയില്ല, അയാളോടും പോയി നമ്മളെ കാര്യം പറയും. അപ്പം എന്തല്ല? ഇഖ്ലാസ് അല്ല. ഇഖ്ലാസാണോ? അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൽ യാതൊന്നും ശിർക്ക് ചേർക്കാതിരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് എന്താവുക? ഇഖ്ലാസ്. നിങ്ങൾക്ക് ആ പദം കുട്ടൻസ് മനസ്സിലാവുണ്ടോ? അപ്പോഴേ ആവുള്ളൂ. അല്ലാതെ നിഷ്കളങ്കമായിക്കൊണ്ട് ഞാൻ നിസ്കരിക്കണു എന്ന് മാത്രമല്ല, അത് മാത്രമല്ല ഇതിലുള്ളത്, രണ്ട് വശം കൃത്യമാവണം. അപ്പോഴേ ഇഖ്ലാസ് എന്നുള്ള പദം പരിപൂർണമാകുകയുള്ളൂ. അത് തിരിഞ്ഞില്ലപ്പോൾ നിങ്ങൾക്ക്? ഇനി നോക്കി, മുഖ്ലിസീന ഒരർത്ഥം ഇങ്ങനെ മാത്രമാക്കിക്കൊണ്ട് ഒന്നും ചേർക്കാതെ, അങ്ങനെ വെച്ച് നോക്കി നിങ്ങൾ. നമ്മൾ നിഷ്കളങ്കത എന്നിങ്ങനെ പറയണം മലയാളത്തിൽ, അതിൻ്റെ ഒരു ഏകദേശ പദപ്രയോഗം അതായതുകൊണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കുട്ടൻസ് ഇതാണ്, മാത്രമാക്കിക്കൊണ്ട്. ലഹു അവന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന് മാത്രമാക്കി. എന്തിനെ മാത്രമാക്കിക്കൊണ്ട്? അദ്ദീന ആരാധനയെ. ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് പിന്നെ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നടക്കുന്നുണ്ട് അതിന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? നടന്നിട്ടുണ്ട് അല്ലേ? ജൂത ക്രിസ്ത്യ വിഭാഗത്തിൽ മുശ്രിക്കുകളൊക്കെ അള്ളാഹു അല്ലാത്തവരെ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ബിംബങ്ങൾ ആരാധിക്കുന്നുണ്ട് അല്ലേ? മനുഷ്യരെ ആരാധിക്കുന്നുണ്ട്, പ്രവാചകന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് പാടില്ല. അതാണ് മുഖ്ലിസീന ലഹുദ്ദീൻ. പിന്നെ പറയാം ഹുനഫാ. എന്താ ഹുനഫാ എന്ന് പറഞ്ഞാൽ? ഹുനഫാ എന്ന് പറഞ്ഞാൽ എന്താ? ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ ആ പദം എവിടെ ഉപയോഗിക്കൽ? ഹനഫിയത്ത്. അറബി ഭാഷയിൽ ഇവിടെ കുവൈത്തുകൾ ഓക്കെ, ആദ്യം നമ്മൾ ഭാഷ പഠിക്കുക. അറബി ഭാഷയിൽ അറബികൾ കുവൈത്തികൾ ഹനഫിയത്ത് ഉപയോഗിക്കണത് എന്തിനാ? ഇവിടെ ആരെങ്കിലും പിന്നെ പ്ലംബറുണ്ടോ? പ്ലംബിങ്ങിൻ്റെ ജോലി ചെയ്യണോ? എല്ലാവരും ഉണ്ടോ? ഇല്ല. അവർക്ക് വേഗം കിട്ടും പൈപ്പ്. എന്താ പറയുക, പൈപ്പില്ലേ, ടാപ്പ്. ടാപ്പിന് പറയും എന്ത്? ഹനഫിയത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരിക്കാ പദം എന്താ? ഹനഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എവിടുന്ന വന്നതെന്ന് ഞാൻ പറയാം. ഹനഫ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഒരു കാര്യത്തിലേക്ക് ചായ എന്നാണ്. മാല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. എന്താണ്? മാല. അങ്ങോട്ടൊരു ചായ്വ്, ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കുള്ള ചായ്വ്. ആ ചായണേന് 2 പദപ്രയോഗം ഉപയോഗിക്കും. ഒന്ന് ഹനഫ് എന്നും ജനഫ് എന്നും ഉപയോഗിക്കും. എന്താ പറയുക? ജനഫ്, ജനഫ, ഹനഫ. ഹനഫ എന്ന് പറഞ്ഞാൽ അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചായുക. തൗഹീദിൻ്റെ പിന്നെ ഷിർക്കിൻ്റെ മാർഗത്തിൽ നിന്ന് തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് ചായ, അതാണ് ഹനഫ. ജനഫയോ തൗഹീദിൻ്റെ മാർഗത്തിൽ നിന്ന് ഷിർക്കിൻ്റെ മാർഗത്തിലേക്ക് ചായ, നേരെ ഓപ്പോസിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഹനഫ ജനഫ, ഹനഫ ജനഫ, അല്ലെങ്കിൽ ഹനഫ് ജനഫ്. ഈ പദം ആണ് എന്ത് ഉപയോഗിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുനഫാ എന്ന് വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ തഹന്നഫ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് ബിംബാരാധന വെടിയണേന് എന്ത് പറയും? തഹന്നഫ. നിങ്ങൾ ഹനഫി മദ്ഹബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹനഫി മദ്ഹബ് എന്താണ് ശരിക്ക്? അത് ശരിക്ക് ബിംബാരാധന വെടിയ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളുടെ പേരാണ് അബു ഹനീഫത്തുൽ കൂഫി. പിന്നെ ആ പേരിലാണ് ഹനഫി മദ്ഹബ് ഉണ്ടാവേണ്ടത്. ശരിക്കും ആ പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറയണത്, ബിംബാരാധന വെടിഞ്ഞിക്കുക. പിന്നെ ഒരു കാര്യത്തിൽ കൃത്യത ഉണ്ടാവുക, അതിനും എന്ത് പറയും? ഹനീഫ് എന്ന് പറയും. പിന്നെ ദൈവഭക്തനാവുക, അതിനും എന്ത് പറയും? ഹനീഫ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിനൊക്കെ അത് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥം തന്നെയാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. ഹനഫ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്, അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് പിന്നെ ചായണേനെന്ത് പറയും? ഹനീഫ് എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ മാർഗമാണത്? 5 ഒരു പദം വിവരിക്കുമ്പോൾ നമ്മൾ ടൈം ചെയ്യാം. സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അസത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചായണേന് ജനഫ എന്നും, അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്നെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചായുന്നതിന് എന്ത് പറയും? ഹനഫ എന്ന പദപ്രയോഗമാണ് ഉപയോഗിക്കുക. അപ്പം ഹനഫ എന്ന് പറഞ്ഞാൽ മാല മിനൽ ഹക്കി മിനൽ ബാത്തിലി ഇലൽ ഹക്ക് എന്നാണ് അല്ലേ? ബാത്തിലിൻ്റെ മാർഗത്തിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചായുന്നതിനാണ് ഹനീഫ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത പേരെന്തേനു? ഹനീഫം മുസ്ലിമ അല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം ഇമാമുൽ ഹുനഫ എന്ന പേരിലാണ് ആരറിയപ്പെട്ടിരുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറിയപ്പെട്ടിരുന്ന ഇമാമുൽ ഹുനഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുന്നതിനാണ് എന്ത് പറയുക? ഹനീഫ്. നമ്മൾ ഹിദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയില്ലേ? ആ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊണ്ട ആൾക്കാണ് എന്ത് പറയുക? ഹനീഫ്, ഹുനഫ എന്നുള്ള പദപ്രയോഗം കൊണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ത് ചെയ്തത്? ആ തൗഹീദിൻ്റെ നേതാവ് ഇമാമുൽ ഹുനഫ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം അതാണ്. അപ്പം അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചായുന്നതിനാണ് ആ പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മതമാണ്. എവിടൊക്കെ അസത്യമുണ്ടോ അതൊക്കെ വെടിഞ്ഞിട്ട് സത്യത്തിൻ്റെ പാന്താവിലേക്ക് പോകുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് മുഴുക്കേ കാണാൻ പറ്റും. എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട്
ഒരാൾ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാ? പ്രവാചകൻ്റെ ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രവാചകൻ്റെ ആരാധനാ കർമ്മം വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് പ്രവാചകൻ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യണമെന്നിങ്ങനെ അറിയാൻ വേണ്ടി പ്രവാചകൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നു. അപ്പോൾ വന്നപ്പം ആ ഭാര്യ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രവാചകൻ ചെയ്യാറുള്ളത്, അദ്ദേഹം നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അവർ പറയാ അത് വളരെ കുറവാണല്ലോ, നമ്മളത് ചെയ്താൽ പോരാ, അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരാൾ ശപഥം ചെയ്തെന്ത്, ഞാൻ വിവാഹം ചെയ്യില്ല, വിവാഹം ചെയ്യാതെ ആരാധനയിൽ മുഴുകും എന്ന് ഒരാൾ ശപഥം ചെയ്തു. കാരണം എന്താ? ആരാധനയോടുള്ള ആർത്തി അല്ലേ? മറ്റൊരാൾ പറഞ്ഞു ഞാൻ പകൽ നോമ്പനുഷ്ഠിക്കും, ഞാൻ ഒരു ദിവസം നോമ്പ് മുറിക്കൂല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മൂന്നാളും 3 വിഭാഗം ആളുകളാണ് അവിടെ വന്നത്. അങ്ങനെ വന്ന ആളുകൾ ഈ വിവരം വന്ന് അവർ പറഞ്ഞത് ആയിഷ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞിട്ട് അവളോട് വരാൻ പറഞ്ഞിട്ട് നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ശപഥം ചെയ്തു പോയത്, ഒരിക്കലും വിവാഹം ചെയ്യില്ല, ആരാധനയെ തന്നെ മുഴുകും, എന്നും നോമ്പ് വെക്കും, ചെയ്യണം, നോമ്പ് മുറിക്കണ പ്രശ്നമേ ഇല്ല അല്ലേ, രാത്രി ഞാൻ ഉറങ്ങൂല, ആരാധനയെ മുഴുകും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അതെൻ്റെ മതത്തിൽപ്പെട്ടത്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീന, എൻ്റെ സുന്നത്തിനെ ആര് വെറുക്കുന്നുവോ, അതിൽ ആര് കണ്ടം ചാടുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. അപ്പം നോക്കി നിങ്ങൾ, മനുഷ്യന് നല്ലതാണ് എന്ന് വിചാരിച്ച് അവൻ ചെയ്യുന്ന സുന്നത്തിനോട് പ്രവാചകനോട് എതിരാണ് അത് സംഗതി. അങ്ങനെ ചെയ്യുന്ന ആരാധനാകർമ്മം എന്തിൽപ്പെട്ടതല്ല? ഇസ്ലാം പെട്ടതല്ല. അതാണ് ഹനഫിയത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ്റെ ജീവിതം വളരെ കൃത്യമായിരുന്നു. ഒരു നൂലങ്ങോട്ട് കൂട്ടാനും പാടില്ല, ഒരു നൂല് കുറക്കാനും പാടില്ല. അതാണ് ഹനഫിയത്ത്. ആ പദപ്രയോഗം കണ്ടങ്ങൾ അവിടെയാണ് ഹനഫിയത്തിൻ്റെ അത് കിടക്കുന്നത്. പ്രവാചകൻ്റെ സുന്നത്തിൽ ഒന്ന് കൂട്ടാനോ കുറക്കാനോ പാടില്ല, തൗഹീദിലൊന്ന് കൂട്ടാനോ കുറക്കാനോ പാടില്ല. ആ രൂപത്തിൽ കൃത്യതയോടുകൂടി അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് സത്യത്തിൻ്റെ പാന്താവിലേക്ക് ചായുന്ന ആ ഋജുമനസ്കനായ ആൾക്കാണ് എന്ത് പറയുന്നത്? ഹനീഫ് എന്ന പദപ്രയോഗം വിവരിക്കണം. നമ്മൾ സമയം കഴിഞ്ഞോ? കണ്ടുപോന്ന് ഇനി സംഭവം പറയാൻ സമയമുണ്ടോ? അപ്പം നോക്കുക ഞങ്ങൾ. മറ്റൊരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ ഹലക്തു, പടച്ചോനെ ഞാൻ നശിച്ചുപോയി, അള്ളാഹിൻ്റെ റസൂലെ ഞാൻ നശിച്ചുപോയി. കാലൻ നബിയു മാലക്ക്, എന്താ എനിക്ക് പറ്റിയത് എന്ന് നബി ചോദിച്ചു. അപ്പോൾ അയാൾ വഖഅതു അല ഇംറാത്തി വ അന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി ചോദിക്കണം, ഹൽ തജിദു റക്കബത്തൻ തഅതികുഹ, ഒരു അടിമ സ്ത്രീയെ, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇയാൾ വന്ന ആൾ വളരെ മിസ്കീനാ, ഒരു നേരം ഭക്ഷണത്തിന് വകയില്ലാത്തവനാ വന്നത് ഇല്ലേ? അപ്പോൾ അയാളോടാ പറയുന്നത് ഒരു റക്കബത്ത് മോചിപ്പിക്കാൻ, ഒരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കും. അയാൾ പറഞ്ഞു ലാ യാ റസൂലെ, അള്ളാഹുവിൻ്റെ റസൂലെ സാധിക്കൂല. അപ്പം നബി വീണ്ടും ചോദിക്കാണ്, എനിക്ക് 2 മാസം തുടർച്ചയായി നോമ്പ് വെക്കാൻ സാധിക്കുമോ? അപ്പോഴും അയാൾ പറഞ്ഞു അതൊന്നും എനിക്ക് സാധിക്കൂല നബിയെ, അതിനൊന്നുള്ള ആരോഗ്യം എനിക്കില്ല അല്ലേ? വീണ്ടും നബി ചോദിക്കാണ്, ആ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? അപ്പോഴും ഇയാൾ പറഞ്ഞു ഇല്ല, എന്തെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവന് പിന്നെ 60 മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഇങ്ങനെ നിന്ന്, അപ്പോൾ ഒരാൾ ഒരു കാരക്കൻ്റെ പാത്രമായിട്ട് ഇങ്ങനെ വരികയാണ്. ആ കാരക്ക അളക്കണ ഒരു പാത്രത്തിൽ കുറേ കാരക്കയായിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് നബി ചോദിച്ചു, എവിടെയാണ് ആ ചോദ്യകർത്താവ്, അയാളോട് വരാൻ പറയാണ്. എന്നിട്ട് നബി ആ കാരക്കൻ്റെ പാത്രം കൊടുത്തിട്ട് ഇത് സദക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ 2 മന്തക്ക, നമ്മൾ മന്തക്ക എന്ന് പറഞ്ഞില്ലേ, പ്രദേശം എന്ന് പറഞ്ഞില്ലേ, ഈ പ്രദേശത്തിൽ എന്നേക്കാൾ, എൻ്റെ കുടുംബത്തേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റൊരു വ്യക്തി ഇവിടെ അല്ല, പിന്നെ എന്തിനാ ഓൽക്ക്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും അയാളോട് തന്നെ ആ കുടുംബത്തോട് അത് ഭക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹദീസ് എല്ലാവർക്കും ബാധകമല്ല എന്നാണ് ഫുഖാക്കൾ പറയുന്നത്. കാരണം അത്തരം ഒരു ദാരിദ്ര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും, അന്ന് ആ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മാത്രം അള്ളാഹുവിൻ്റെ റസൂല് അനുവദിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. അത്തരം സമഅത്തിൻ്റെ മതമാണ്, എല്ലാ വിട്ടുവീഴ്ചയുടെയും മതമാണ് ഏത്?
ഇസ്ലാം എന്ന് പറയുന്നത്. ആ കാര്യത്തിനാണ് ഹനഫിയത്ത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ നോക്കി നിങ്ങൾ, ഇസ്ലാം ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല, മറിച്ച് അയാളുടെ പ്രയാസം ദൂരീകരിക്കുകയാണ്. അതാണ് അൽ ഹനഫിയത്തു സംഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം. ബുഹിസ്തു, നബി നിയോഗിക്കപ്പെട്ടത് ബിൽ ഹനഫിയത്തി സംഅ, ഹനഫിയത്തിൻ്റെ മതവുമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഒരാഴ്ച പൂർത്തിയാക്കാൻ കഴിയില്ല നമുക്ക്. ഇതിങ്ങനെ ഇത് വെച്ചു